മുരുകൻ ഈ കടൽ തീരത്ത് വെച്ചാണ് ശൂരപത്മൻ ഞങ്ങൾ അങ്ങനെ മണപ്പാടുന്ന നേരെ തിരുച്ചെന്തൂർ എത്തി കേട്ടോ. തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ എത്തുന്നതിന് മുന്നേ തന്നെ പാർക്കിങ് അവിടെ നിന്ന് പോലീസുകാരവിടെ നമുക്ക് പാർക്കിങ്ങിലായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു പോകാനാണ് പറഞ്ഞത്. ഈ പാർക്കിങ്ങിന് ഏകദേശം കുറച്ചു ദൂരം നടക്കാനുണ്ട്. ഏകദേശം ഒരു 1 കിലോമീറ്റർ വരെ വരും. അത്രയും നടന്നു വേണം നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ളത്. ഇനി ബാക്കി കാഴ്ചകൾ നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിയതിന് ശേഷം കാണാം, അതിൻ്റെ മുന്നിലെത്തിയതിനു ശേഷം. അങ്ങനെ ഞങ്ങൾ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്തി കേട്ടോ. ഇപ്പോൾ നമ്മളങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ അടുത്തേക്ക് പോകാനുണ്ട്. ശരിക്കും നല്ല ഒരു ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ തിരുച്ചെന്തൂർ ക്ഷേത്രവും അതിൻ്റെ പരിസരമൊക്കെ. ഇതിന് മുന്നേ ഒരു ദിവസം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് ഭയങ്കര ക്യൂ ആയിരുന്നു തൊഴാനായിട്ട്. അതുകൊണ്ട് ഞങ്ങളവിടെ എത്തി കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വസന്ത മണ്ഡപം. നമ്മൾ ആദ്യം തന്നെ ഒരുപാട് കല്ലിലുള്ളൊരു മണ്ഡപമുണ്ട്, അതാണ് വസന്ത മണ്ഡപം എന്ന് അതിൻ്റെ പേര്. നമുക്ക് അവിടേക്ക് വന്ന് കാണാം എങ്ങനെ ഉണ്ടെന്ന്. ഇതിൻ്റെ പരിസരത്തിന് ഒരുപാട് വേല് അങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാട് വിൽക്കാനായിട്ട് വച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ വസന്ത മണ്ഡപം. മുമ്പ് ഇതിനകത്തൊക്കെ ആളുകൾ വിശ്രമിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അതിനൊന്നും അവർ സമ്മതിക്കുന്നില്ല. ഞാൻ ഇതിന് മുന്നേ വന്നപ്പോഴൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതിന് മുന്നേ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4-5 വർഷങ്ങൾക്ക് മുന്നേയാണ് അവിടെ വന്നത്. അപ്പോഴത്തേക്ക് ഇതിനകത്ത് ആളുകളെ വിശ്രമിക്കാനുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒന്നും വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ക്യൂ കോംപ്ലക്സ് ഒക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു പ്രതീതിയാണ് ഇവിടെ. നല്ലൊരു ക്യൂ ആണ് കേട്ടോ. കാരണം കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം ഒരു 4-5 മണിക്കൂർ ക്യൂവിൽ നിന്നാണ് ദർശനം കിട്ടിയത്. ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല എന്ന് തോന്നുന്നു. ഞങ്ങളുടെ ആ ക്യൂവിൽ ആരും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ മാത്രമേ ക്യൂവിലുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 3 പേര്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് ദർശനത്തിനായി കോവിലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരുച്ചെന്തൂരിൽ ദർശനമെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ദർശനത്തിന് ഞങ്ങൾക്ക് മാക്സിമം എടുത്ത ടൈം എന്നാണ് ഒരു 15-20 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത്രയ്ക്ക് നല്ല ദർശനമായിരുന്നു. നമുക്കിനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം, ചുറ്റുപാടിലൊക്കെ എങ്ങനെയുണ്ടെന്ന്. ഇതോ കാണുന്നൊരു ക്യൂ കോംപ്ലക്സ് ആണ് കേട്ടോ. ഈ ക്യൂവിലൂടെ പോകുന്ന 100 രൂപയാണ് ദർശനത്തിന്. ആ ക്യൂവിലൂടെ പോകുന്നതിന് ഇതിനപ്പുറത്തേക്ക് കൊണ്ട് ഡിവോട്ടീസ് ക്യൂ എന്ന് പറഞ്ഞാൽ വേറൊരു കോംപ്ലക്സ് ഉണ്ട്. അതിൽ ഫ്രീ ആയിട്ടാണ് ദർശനം. നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. ഈ കോംപ്ലക്സിൽ ബാഗേജ് എല്ലാം നമ്മൾ കൊണ്ടുവരുന്ന ബാഗെല്ലാം സൂക്ഷിക്കാനുള്ള കൗണ്ടറുണ്ട്. പിന്നെ മൊബൈൽ ഫോണൊക്കെ ഇവിടെ സൂക്ഷിക്കാം. അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഈ ഒരു കോംപ്ലക്സാണ് ഇരിക്കുന്നത്. ഫ്രീ ദർശനത്തിലുള്ള ക്യൂ എന്ന് പറയുന്നത് ഇതാ കാണുന്നതിന് കേട്ടോ. പിന്നെ ഇതിന് കോവിലിനകത്തേക്ക് വീഡിയോ ഒന്നും അലൗഡ് അല്ല, അതവർ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ അലൗഡ് അല്ല എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മളാകിലും അകത്തേക്ക് ഇതൊന്നും കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. ഈ കാണുന്ന 9 നിലകളുള്ള ഒരു ഗോപുരമാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഗോപുരം തന്നെയാണ്. ഇവിടെ ഒരുപാട് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. വേപ്പ്, മാവ്, അങ്ങനെ ഒരുപാട് വൃക്ഷലതാദികളെല്ലാം ചുറ്റുമുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. ഈ കാണുന്നതാണ് ഫ്രീ ആയിട്ടുള്ള ക്യൂ കോംപ്ലക്സ്. ഇത് നമ്മൾ ആ നേരത്തെ കണ്ട ആ സ്ഥലത്തൂടെ കയറിയിട്ട് ഇത് കറങ്ങി നേരെ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്കാണ് പോകുന്നത്. ഈ കാണുന്നത് 100 രൂപയുടെ ക്യൂ കോംപ്ലക്സ് ആണ് ഈ കാണുന്നത്. ഇവിടെ റിനോവേഷൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല രീതിയിലേക്കാവും. നമ്മൾ ആ നേരത്തെ പറഞ്ഞ ക്യൂ കോംപ്ലക്സ് ഇതുവഴി നടന്നാണ് കോവിലിനകത്തേക്ക് നമ്മൾ കയറുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ കാണുന്ന ഗോപുരത്തിനകത്തൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറുന്നത്. ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത് വളരെ മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. ഇനി ഞങ്ങൾ നേരെ നാഴിക്കിണർ എന്നൊരു കിണറുണ്ട്, അത് കാണാൻ പോകാം കേട്ടോ. மக்களுக்கு வணக்கம் சொல்றா முருகன் நாடி வருவீங்க, பாதை விதிகளை கடைபிடித்து வர வேண்டும். எந்த இடத்துல ഇതാണ് കേട്ടോ നാഴിക്കിണർ. നമ്മൾ എൻട്രൻസിലൂടെ അകത്തേക്ക് കയറി ചെന്നാൽ ഒരു ഇച്ചിരി താഴേക്ക് ഇറങ്ങണം. താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ തലയിലേക്ക് ഒരു നാഴി വെള്ളം ആദ്യം എടുത്ത് നമ്മുടെ തലയിൽ ഒഴിച്ച് തരും. അത്രേ ആ കിണറിനകത്തുണ്ട്. ഞാൻ ഇവിടെ 1 മാസത്തിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ക്ഷേത്രത്തിൽ ഏകദേശം 5-6 മണിക്കൂറോളം ക്യൂ നിന്നതിന് ശേഷം മാത്രമാണ് ദർശനം കിട്ടിയത്. കാരണം അന്ന് നല്ല തിരക്കായിരുന്നു. പൊതുവെ അന്ന് ഞാൻ പോയ ദിവസം എന്നുള്ളത് ശനിയാഴ്ചയാണ് ഞാൻ പോയത്.
ഇനി അവധിയായതുകൊണ്ടാണോ എന്നെനിക്കറിയത്തില്ല. അത്രയ്ക്ക് രൂക്ഷമായൊരു തിരക്കായിരുന്നു അന്ന് അവിടെ അനുഭവപ്പെട്ടത്. നമ്മുടെ ഈ ക്ഷേത്ര ദർശനത്തിന് പോകുന്നതിന് മുന്നേ ഈ കടലിൽ പോയി കുളിച്ചതിന് ശേഷം ക്ഷേത്ര ദർശനം ചെയ്യുന്നതാണ് ഒരു ഉത്തമം എന്നാണ് കരുതപ്പെടുന്നത് കേട്ടോ. കാരണം ഇതിൻ്റെ മുന്നിലാണ് നമുക്ക് ആ കടലുള്ളത്. മുരുകൻ ഈ കടൽ തീരത്ത് വെച്ചാണ് ശൂരപത്മനെ വധിച്ചു എന്നൊരു ഐതിഹ്യമുണ്ട്. ഈ തിരുച്ചെന്തൂരിലെ ഈ കടൽ തീരത്ത് വെച്ചാണ് കേട്ടോ. ഈ തിരുച്ചെന്തൂരിൻ്റെ പഴയ പേരെന്ന് പറഞ്ഞാൽ ഒരു ജയന്തിപുരം എന്നായിരുന്നു പഴയ പേര്. പിന്നീടാണത് തിരുച്ചെന്തൂർ എന്ന പേരിലേക്ക് ആയത്. ഇത് അന്നദാന മണ്ഡപത്തിൽ ഫുഡെല്ലാം കഴിച്ചിട്ട് വരുന്നവരുടെ തിരക്കാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ എല്ലാം റിനോവേഷൻ്റെ വർക്കുകൾ നടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് പുതിയ പുതിയ ബിൽഡിങ്ങുകൾ സൈഡിൽ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ കോവിലിനകത്തൊന്നും വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പഴയതുപോലെ തന്നെയാണ് കോവിലിൻ്റെ അകഭാവമൊക്കെ ഇരിക്കുന്നത്. പുറത്ത് മാത്രമാണ് റിനോവേഷൻ വർക്കുകൾ നടക്കുന്നത്. പ്രധാനമായിട്ടും ക്യൂ കോംപ്ലക്സ് അങ്ങനെ കുറേ സംഭവങ്ങളാണ് അവരവിടെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ദർശനത്തിനുള്ള നല്ല സമയം, തിരക്കുറഞ്ഞ സമയം എന്നെനിക്ക് തോന്നുന്നത് ഒരു 12 മണിക്ക് ശേഷമാണ് കേട്ടോ. മുരുകൻ്റെ 6 പടൈ വീടുകളിൽ രണ്ടാമത്തെ ക്ഷേത്രം കൂടെയാണ് കേട്ടോ തിരുച്ചെന്തൂർ ക്ഷേത്രം. കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏക ക്ഷേത്രം കൂടെയാണ് ഈ തിരുച്ചെന്തൂർ. കാരണം സാധാരണയുള്ള മുരുകൻ കോവിലുകളെല്ലാം മലയുടെ മുകളിലാണ് ഇരിക്കുന്നത്. ഈ തിരുച്ചെന്തൂർ ക്ഷേത്രം മാത്രമാണ് കടലിൻ്റെ കരയിലുള്ളത്. ഇവിടുത്തെ ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 5 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. ഇടയ്ക്കൊന്നും നട അടയ്ക്കാറില്ല. അപ്പം നമുക്ക് എപ്പോഴും ചെന്നാലും ദർശനം കിട്ടും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ദർശന സമയം എന്ന് പറയുന്നത് ഒരു 12 മണിക്ക് ശേഷമാണ്. കാരണം വലിയ തിരക്കൊന്നുമില്ലാതെ നമുക്ക് ഭഗവാനെ കണ്ടിട്ട് തിരിച്ചിറങ്ങാൻ പറ്റും. ഈ കോവിലിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം 2000 വർഷത്തോളം പഴക്കമുണ്ട്. ഈ കോവിലിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ ഗോപുരങ്ങൾ തന്നെയാണ്. ഒരു ഗോപുരമുണ്ട്, അത് 9 നിലകളുള്ള ഗോപുരമാണ്. ഏകദേശം 137 അടി ഉയരമുണ്ട് ആ ഗോപുരത്തിന്. ഈ ക്ഷേത്രം പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത് ദ്രാവിഡ ശൈലിയിലാണ്. ഈ ക്ഷേത്രത്തിലെ ഉപദേവതകളെന്ന് പറയുന്നത് ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമിയുണ്ട്, വെളുത്തരയുണ്ട്, മുരുകനുണ്ട്, പെരിയനെ അമ്മൻ തുടങ്ങിയ ഒരുപാട് ഉപദേവതകൾ ആ ക്ഷേത്രത്തിലുണ്ട്. തിരുച്ചെന്തൂർ എന്നാൽ തമിഴിലെ പവിത്രവും മനോഹരമായ പട്ടണം എന്നാണ് ഒരു അർത്ഥം വരുന്നത് കേട്ടോ. എന്തായാലും നമ്മൾ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ തിരുച്ചെന്തൂർ മുരുകൻ കോവിൽ. കാരണം അത്രയ്ക്ക് മനോഹരമായൊരു സ്ഥലമാണ്. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.